ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ വേവിക്കണതും ഒരു അയലക്കറി ഉണ്ടാക്കണതുമാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. 1.5 കിലോ കപ്പയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി അത് നല്ലോണം 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിലുള്ള ഉപ്പിട്ടതിന് ശേഷം കപ്പേൻ്റെ മീതെ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പയ്ക്കൊരു കട്ടുണ്ടല്ലോ, അത് ഊറ്റി കളയണം ലാസ്റ്റ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഈ കപ്പയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കർ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മൂടിയിട്ട് അടച്ചതിന് ശേഷം 2 വിസിൽ കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. കപ്പ എവിടെ നിന്നാവട്ടെ, അപ്പോഴേക്കും മീൻ കറിയിലേക്കുള്ളതൊക്കെ എടുത്ത് വയ്ക്കുക. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. 5 അയിലാണ് കേട്ടോ കറക്കി എടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ടിട്ട് അതൊന്ന് പൊട്ടിക്കുക. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ടിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഇനി ആ പച്ചമുളകും അതിലിട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച സവാള അതിലിട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, കുതിരാൻ വേണ്ടിയിട്ട്. അത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച തക്കാളി അതിലേക്ക് ചേർത്തി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം വഴണ്ടതിന് ശേഷം 2.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇത് ഗ്യാസ് സിമ്മിലാക്കിയതിന് ശേഷം വേണം കേട്ടോ. ആ ഭാഗം ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണേ. ഇനി അത് വഴണ്ടി വന്നതിന് ശേഷം പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ കൊണ്ട് കഷ്ണങ്ങളൊക്കെ ആ ഗ്രേവിയിലേക്ക് താഴ്ത്തി വെച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ടൊന്ന് മൂടി വയ്ക്കുക. നല്ലോണം ഒന്ന് തിളച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. ഇപ്പം കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലുള്ള കട്ടൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ട് ആ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ സ്പൂൺ കൊണ്ട് അടിയിൽ കൂടി ഒന്ന് കഷ്ണമൊന്നും ഉടയാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കുക. മൺചട്ടി ആയ കാരണം ചട്ടിയിൽ നിന്ന് ഒന്നും കൂടി തിളച്ച് കുറുകി വരും കേട്ടോ കറി. ഇനി ഈ കപ്പയിൽ ഒരു വറവിട്ട് കൊടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇടുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ കപ്പ അതിലിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഈ കപ്പേൻ്റെ അയിലക്കറീൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു വരുതേ.